അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയാം, നല്ല അടിപൊളി സോയാച്ചങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള സോയാച്ചങ്കുകളാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മള് നല്ല അടിപൊളി ഒരു സോയ ചങ്ക് റോസ്റ്റ്, അതായത് നമ്മുടെ മട്ടൺ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റിലേക്ക് അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ അധികം സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ സോയ ചങ്ക് നമ്മുടെ തിളച്ച വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പച്ചവെള്ളത്തിൽ കഴുകി നല്ലപോലെ പിഴിഞ്ഞ് ഇതിനകത്തെ വെള്ളത്തിന്റെ അംശം എല്ലാം കളഞ്ഞെടുക്കണം. ഇതിപ്പോ ഏകദേശം നല്ലപോലെ കുതിർന്ന് നല്ലതായിട്ട് റെഡിയാണ്. ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് വേണം നമുക്കിത് ബാക്കി പരിപാടികൾ വൃത്തിയാക്കി എടുക്കാൻ. അപ്പൊ ഇത് നമുക്കിപ്പോ തൽക്കാലം മാറ്റി വെക്കാം. അപ്പൊ നമ്മള് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മളിവിടെ തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പീസുകളാക്കിയിട്ട്. അപ്പൊ അത് നമുക്ക് ഇതിന്റെ അകത്തിട്ടൊന്ന് ആദ്യം വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാം. നമുക്ക് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ നമുക്കത് ആക്കിയെടുക്കാവേ. ഏകദേശം നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കൂട്ടുക കുറയ്ക്കുക, നമുക്ക് തേങ്ങ കൂടുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. നമ്മളെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പൊ ആ തേങ്ങ നീ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലേ നമുക്ക് അതിന്റെ ഒരു നാടൻ ടേസ്റ്റ് വരുന്നുണ്ട്. നല്ല ആ ഒരു റോസ്റ്റിന്റെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പം തീ അങ്ങ് കുറച്ച് വെക്കുക. ഏകദേശം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മളിത് വറക്കുമ്പോഴത്തേക്ക് നല്ല ഒരു മണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അടുത്ത ചേരുവകൾ നമുക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പൊ എണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ പരിപാടികൾ നടക്കും. അപ്പൊ ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ടുണ്ട്. ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഏകദേശം ഒരു നീളത്തിലുള്ള ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണമാക്കി എടുക്കും. ഇനിയിപ്പോ നമുക്ക് പെട്ടെന്നായിട്ടൊന്ന് നമ്മുടെ കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ നമ്മള് അടുത്തത് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മളൊരു 4 അല്ലി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി. ഇതിനെ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി സാധാരണ നമ്മൾ 1 അല്ലിയും 2 അല്ലിയൊക്കെ എടുക്കുമ്പോൾ ഇത് നമ്മൾ ഇച്ചിരി ഇത് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നമ്മൾ 4 എടുത്ത്, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5-6 പീസ് എടുത്താൽ നല്ലതാണ്. നമ്മുടെ മെയിൻ നമ്മുടെ സവോള ഒരു 1.5 സവോള നമ്മൾ എടുത്തിട്ടുണ്ട്. ഒത്തിരി സവോള ആയി കഴിഞ്ഞാലല്ലോ ചിലപ്പോ ഒരു മധുരം ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഒരു 1.5 അത്യാവശ്യം വലിപ്പമുള്ള ഒരു 1.5 സവോള നമ്മൾ ചെറിയ പീസായിട്ട്. കൂടുതൽ നേരമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ച് ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഇരട്ടിയാവും. അത് വേറെ കാര്യം. പിന്നെ നമ്മള് പെട്ടെന്ന് നല്ല റെസിപ്പികളായതുകൊണ്ടാണ് നമ്മള് സവോളയിലേക്ക് ഇട്ടത്. അതെ. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യുന്നത് നമുക്ക് സ്വല്പം ഉപ്പോടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളുപ്പുള്ള ഇത് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്നുമല്ല, ഉള്ളി വഴറ്റിയെടുക്കാനുള്ള ഒരു പരിപാടിക്ക് തന്നെ നമ്മൾ ചേർത്തിട്ട് ഇതൊന്ന് നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. അപ്പൊ ഈ ഉള്ളിയൊക്കെ വഴന്നു വരുന്ന സമയത്തിന് തന്നെ നമുക്ക് സോയയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയൊക്കെ എടുക്കാം. അപ്പൊ കഴുകിയെടുക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ അത്യാവശ്യം വലിയ സോയ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുണ്ടല്ലോ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ എന്താ പറയുക ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറി കിട്ടും. അല്ലെങ്കിൽ സാധാരണ നമ്മൾ മുറിക്കാതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു മസാലയുടെ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി ചൂടുവെള്ളത്തിട്ട് കുതിർത്തെടുക്കുക, നല്ലപോലെ കഴുകുക. സോഫ്റ്റ് സാധനം. അതെ, അത് കഴിഞ്ഞാൽ അതിന്റെ വെള്ളം നല്ലപോലെ ഞെക്കി കളയുക. വലിപ്പം കൂടുതലാണെങ്കിൽ അത് ചെറുതായിട്ട് കുറിച്ചിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനി സവോള തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2 തക്കാളി അത് നമ്മൾ മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക്
എണ്ണ അത് റെഡിയാക്കുമ്പോഴത്തേക്കിന് സോയ റെഡിയാക്കാം. റെഡിയാക്കാം. നമുക്ക് 10 മിനിറ്റ് നമ്മുടെ പരിപാടി കഴിയും. ചെറിയ പീസുണ്ട്. ഇനി ഇതുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിമിഷ നേരം കൊണ്ട് നമ്മുടെ പരിപാടി കഴിയും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മസാലയൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ശരിക്കും ഒന്ന് വാടി വരട്ടെ. അതുവരെ നമുക്കൊന്ന് കഴിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിയും നമ്മുടെ തക്കാളിയും എല്ലാ സാധനവും അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇതിന്റെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 2 ഗ്രാമ്പു, അത് ഗ്രാമ്പുമായിട്ട് തന്നെ അങ്ങിട്ടെ. ഇനി നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളകാണ്. കുരുമുളക് പൊടി നമ്മൾ ഇതിനകത്ത് ഇച്ചിരി കൂടുതൽ ചേർക്കണം. കാരണം നമ്മുടെ കുരുമുളക് പൊടി കൂടുതലിട്ടാലേ ഇതിനൊരു റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ. അത് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കളറിന് വേണ്ടിയിട്ടുള്ള കാശ്മീരി മുളക് പൊടി ഇടാം. അത് നമ്മൾ 2 ടീസ്പൂൺ ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഇടാം. അത് 1/4 ടീസ്പൂൺ മാത്രമേ എരിവുള്ള മുളക് പൊടി ഇട്ടുള്ളൂ. കാരണം നമ്മുടെ കുരുമുളക് പൊടിയുടെ എരിയാണ് കൂടുതൽ വേണ്ടത്. ഇനി നമുക്ക് ഇടാനുള്ളത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. അത് നമ്മൾ 1 നുള്ളിട്ടു. ഇനി നമ്മുടെ മല്ലിപ്പൊടി ഇട്ടു. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ റോസ്റ്റ് ഉണ്ടാക്കുന്ന അതേ കൂട്ടുകളൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാലയാണ്. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മളിവിടെ ചേർത്തത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കാം. ആദ്യം കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കൂട്ട് നമുക്കൊന്ന് കോരി വാരി വെക്കാം. അപ്പം നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് തന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് കോരിയെടുക്കാവേ. അപ്പോൾ നമ്മൾ മസാലക്കൂട്ടെല്ലാം റെഡിയാക്കി മാറ്റി വെച്ച്. അപ്പം നമ്മൾ ഇനി അടുത്ത പരിപാടി വെച്ചാൽ നമ്മൾ ചീനച്ചട്ടിക്കതാണ്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ഒന്ന് ചൂടാകണം. ഇച്ചിരി വലിയൊരു പാത്രം എടുത്ത്, കാരണം നമ്മുടെ സോയയും എല്ലാം കൂടെ വരുമ്പോഴത്തേന് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ വരും. അതുകൊണ്ട് നമ്മൾ ചീനച്ചട്ടിക്കകത്തോട്ട് മാറ്റി. അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി, ഏകദേശം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാവേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പിടി അപ്പോൾ കറിവേപ്പിലയുടെ പുറത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സോയാചങ്ക് ചെറിയ ചെറിയ പീസുകളാക്കി അത്യാവശ്യം നല്ല വലിപ്പമുള്ള സോയ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല വലിപ്പമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെറിയ പീസാക്കി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഇതിൻ്റെ മസാല ഒന്നും ചേർക്കാതെ തന്നെയാണ് നമ്മൾ ഇതൊന്ന് മൂത്ത് കിട്ടണം. നമുക്ക് ഇതിനകത്തുള്ള ആ ജലാംശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കില്ലേ അതിൻ്റെ അകത്തോട്ട് അങ്ങ് വെള്ളം എല്ലാം കയറും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പ് വേണ്ട, നമുക്ക് മസാല ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ മസാല ഉണ്ടാക്കിയപ്പോഴും അതിനകത്ത് ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉള്ളി വഴറ്റി കിട്ടാനായിട്ട്. അവസാനം ഒന്നുകൂടെ നോക്കിയിട്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകണ്ട നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടുക. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോയാച്ചങ്കൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലക്കൂട്ടുകളല്ല ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല തിക്ക് ഗ്രേവിയാണ്. റോസ്റ്റ് ആയത് കാരണം നമുക്ക് ഗ്രേവി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ഇത് നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലായിടത്തും ഗ്രേവി ഒന്ന് എത്തുന്ന വരെ നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റണം. ചെറു തീയിൽ വെച്ചാൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വെക്കുക. അപ്പോൾ ഒന്ന് ആവി കയറി എല്ലായിടത്തും അതിൻ്റെ മസാലയും ചെല്ലും. അത് കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഉപ്പൊക്കെ റെഡിയാണോ എല്ലാം റെഡിയാണോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയായിരുന്നു, കാരണം ഇത് അടുക്കി പിടിക്കാൻ പാടില്ല. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇളക്കി ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം. നോക്കിയിട്ടില്ല, സംഭവം അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല കളറും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ചെറിയ തീയിലോട്ടാക്കാം. ഇത്ര നേരം ചെറിയ തീ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് സ്വല്പം ഒരു നുള്ളു ഗരം മസാല ഒരു മേമ്പൊടിക്ക് അതിൻ്റെ കൂട്ടത്തില് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കുക. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് ഈ സമയത്ത് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കണം. അത്യാവശ്യം വലുപ്പമുള്ളൊരു ചട്ടിയാണെങ്കിൽ നമ്മളിങ്ങനെ വീശി. അതെ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സോയ വരട്ടിയത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല തേങ്ങാക്കൊത്തിന്റെ ഒക്കെ മണം നമുക്ക് നല്ലതായിട്ട് വെളിച്ചെണ്ണയിൽ നല്ല ചൂടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കൊള്ളാം. ചപ്പാത്തിയോടെ ചോറിനോടെ ബ്രെഡിനോടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളുണ്ടല്ലോ ഇത് മുറിച്ചിട്ടതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അതിന്റെ അകത്തല്ല ഇതിന്റെ മസാലയും ഉപ്പും എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു തേങ്ങാക്കൊത്തോടെ നോക്കാം. ഇച്ചിരി നേരം എടുത്താലുണ്ടല്ലോ ആ മുറിച്ചിടാൻ മറന്നു പോയത്, കാരണം മുറിച്ചിട്ടല്ലേ അതിന്റെ അകത്ത് ചേർത്തില്ല. നമ്മളെ സോയ തന്നെത്താനെ നമ്മൾ എണ്ണയിട്ടൊന്ന് വരട്ടിയെടുത്തില്ലേ, അതുകൊണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മള് ഒരു കറിവേപ്പിലയും ആ ഒരു മുളകൊക്കെ ഇട്ടപ്പോ അതിന്റെ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ആയിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്റ്റ് തന്നെ സോയ ഇട്ട് നമ്മൾ വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം അതിൽ നിന്നൊരു വ്യത്യസ്തമാണ്. ചെറിയൊരു വെള്ളത്തിന്റെ ആ ഒരു ഇതൊക്കെ മാറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ മറക്കാതെ പറയണം. അതെ, അത് ഉണ്ടാക്കി നോക്കണേ. ഈ സാധനം അടിപൊളി സാധനം കിട്ടില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാം. അപ്പം അതുപോലെ നമ്മുടെ മറ്റേ ചാനൽ മറ്റേ സബ്സ്ക്രൈബും മറ്റേ പരിപാടികൾ ഇതൊക്കെ എല്ലാം ചെയ്ത് റെഡിയാക്കി നിർത്തിക്കോ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മൾ നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ 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 ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.